മന്ത്രി ജയറാം രമേശ് രാജിവെക്കൂ, പുറത്തു പോകൂ. ജയറാം രമേശ് രാജിവെക്കൂ, പുറത്തു പോകൂ. BJP സിന്ദാബാദ്, BJP സിന്ദാബാദ്. എന്നാ തിരുമേനി ജയറാം രമേശ് സാർ ഇപ്പൊ രാജിവെക്കുന്നേ? മണവും ഗുണവും ഒന്നും ഇല്ലേലും ആ പരിസ്ഥിതി വകുപ്പ് അറിയാൻ വലിയ കുഴപ്പമില്ലാതെ ഉരുട്ടുന്നില്ലയോ? അറിയാച്ചാ, അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ശത്രു രാജ്യത്ത് ചെന്ന് മാതൃരാജ്യത്തിന്റെ നയങ്ങളെ വിമർശിച്ച ഒരാളെ നമ്മളെങ്ങനെയാ വിശ്വസിച്ച് ആ മന്ത്രി കസേരയിൽ ഇരുത്തുക? അതുകൊണ്ട് ഒന്നുകിൽ ആ വിദ്വാൻ സ്വയം അങ്ങടെ ഒഴിയ, ഇല്ലാച്ചാ രാജിവെക്കുക. ജയറാം രമേശ് രാജിവെക്കൂ, പുറത്തു പോകൂ. BJP സിന്ദാബാദ്. ജയറാം രമേശ് രാജിവെക്കൂ, പുറത്തു പോകൂ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കുപ്പാ. ഞമ്മളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചൈന നയത്തിനാ ചൈനയെ ചെന്ന് ഓര് വിമർശിച്ചേനി ഞമ്മളെ പ്രധാനമന്ത്രി മൻമോഹൻ മൂപ്പര് ഓരെ ഇന്നലെ കൂത്തിരി പിടിച്ച് ബാരട്ടിയതോടെ ആ പ്രശ്നം സബൂറായില്ലെന്ന്. പിന്നെ എന്തിനാ ഓര് രാജിവെക്കണോന്നും പറഞ്ഞ് നിങ്ങള് BJP-ക്കാര് ഇന്ന് തൊണ്ട കീറുന്ന്. അണ്ണാ, നമ്മളെ ജയറാം രമേശ് ആ ചൈനയെ പോയി എന്തിനാ അണ്ണ താങ്ങിയേ? എടാ, അത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചൈന നയം വെളിവില്ലാത്ത പേടിയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നാ അങ്ങേര് ചൈനയിൽ ചെന്ന് പറഞ്ഞേ. അല്ല സഖാവേ, ജയറാം രമേശ് ചൈനയിൽ ചെന്ന് അവിടത്തെ സഖാക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞതിലെന്താ കുഴപ്പം? ലോകം മുഴുവൻ വിൽക്കുന്ന ചൈനയുടെ ആ ഹുവായ് മൊബൈൽ ഇന്ത്യയിൽ വിൽക്കണ്ടെന്ന് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് ആ സെറ്റിലൂടെ ചൈന നമ്മുടെ രഹസ്യമെല്ലാം ചോർത്തോന്ന് മേടിച്ചിട്ടല്ലേ? അങ്ങനെ വരുമ്പോ ജയറാം രമേശ് ഈ പറഞ്ഞ പോലെ വെളിവില്ലാത്ത പേടിയല്ലേ സഖാവേ നമുക്കുള്ള? നിങ്ങൾ എന്നതാ സഖാവേ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജയറാം രമേശ് സാർ ഈ വിടുവായുത്തം വിളിച്ചു കൂവിയതേ നമ്മളുമായിട്ട് അടിയുണ്ടാക്കാൻ ഒരു കാരണം അന്വേഷിച്ചിരിക്കുന്ന ചൈനയെ വെച്ചാന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഒരലമ്പുണ്ടായാലേ ഇവിടുത്തെ സഖാക്കന്മാരുടെയും നിക്കറ് കീറും, അതും മറക്കരുത്. സാറേ, ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഇത് മാത്രമല്ലല്ലോ. വനം പരിസ്ഥിതി വകുപ്പ് ഭരിക്കുന്ന ഈ ജയറാം സാർ എന്തിനാണ് സാറേ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനങ്ങളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നേ? അതുകൊണ്ടാ കുഞ്ഞെ നോം പറഞ്ഞേ, രാജ്യസ്നേഹവും അച്ചടക്കവും വെളിവുമില്ലാത്ത ഈ ജയറാം രമേശ് രാജിവെച്ചു പുറത്തു പോണോന്ന്. ജയറാം രമേശ് രാജിവെക്കൂ, പുറത്തു പോകൂ. ജയറാം രമേശ് നിങ്ങളെന്തിനാന്നിപ്പോ പിന്നെയും ഈ രാജിക്കാര്യത്തിന്റെ പറയുന്നത്? ആന്ധ്രയിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ഈ ജയറാം മൂപ്പറ കാലാവധി തീരാനി ഇനി വെറും 2 മാസല്ലേ ഇപ്പൊ ഉള്ളൂ. അത് കഴിയുമ്പോ ഒരു താനെ അങ്ങ് ഇറങ്ങി പോകൂലേന്ന്. അതുവരെ ഈ പാവം ശശി കൂടി അവിടെ ഇരിക്കട്ടെ. ഇപ്പാ കൊല്ലൻ കുശവന്റെ ജോലി ചെയ്യരുത്.